വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത ഒരു അത്ഭുത സൗഖ്യത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ വീണ്ടും ലോകശ്രദ്ധ നേടുന്നത്. വർഷങ്ങളായി ചികിത്സയില്ലാത്ത മാരകമായ ദഹന സംബന്ധമായ രോഗത്തിന് ഇരയായിരുന്ന അനബെൽ ബീം എന്ന 10 വയസ്സുകാരിയാണ് തനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തിലൂടെ പൂർണ്ണ സൗഖ്യം ലഭിച്ച വിവരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 2011 അനബെലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം നടന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ 30 അടി താഴ്ചയുള്ള ഒരു ഉണങ്ങിയ മരത്തിന്റെ പൊത്തിനുള്ളിലേക്ക് അനബെൽ വീണുപോയി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിശമന സേനാംഗങ്ങൾ അവളെ പുറത്തെടുത്തത്. 30 അടി താഴ്ചയിലേക്ക് തലയിടിച്ചു വീണ കുട്ടിക്ക് നട്ടലിന് തകരാറോ എല്ലുകൾക്ക് ഒടിവോ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പാരാമെഡിക്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പുറത്തെടുത്ത അനബെലിന് ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പുറത്തെത്തിയ അനബെൽ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർ സ്തംഭിച്ചുപോയി. മരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന സമയത്ത് താൻ സ്വർഗത്തിൽ പോയെന്നും യേശുവിന്റെ മടിയിൽ ഇരുന്നുവെന്നുമാണ് അവൾ പറഞ്ഞത്. ഭൂമിയിൽ നിന്നെക്കൊണ്ട് ചെയ്തു തീർക്കാൻ എനിക്ക് ചില പദ്ധതികളുണ്ടെന്നും നിന്നെ പുറത്തെടുക്കുമ്പോൾ നിന്റെ സകല അസുഖങ്ങളും മാറിയിരിക്കുമെന്നും അവിടുന്ന് എന്നോട് പറഞ്ഞുവെന്ന് അനബെൽ വെളിപ്പെടുത്തി. അപകടത്തിന് മുൻപ് അനബെൽ അപൂർവവും മാരകവുമായ ഒരു ദഹന സംബന്ധമായ രോഗിയായിരുന്നു. ആഹാരം ദഹിപ്പിക്കാൻ കഴിയാത്ത ഈ അവസ്ഥയ്ക്ക് അന്ന് ചികിത്സകളൊന്നും ലഭ്യമായിരുന്നില്ല. എന്നാൽ ആ വീഴ്ചയ്ക്ക് ശേഷം അനബെലിന്റെ ആ മാരക രോഗം പൂർണ്ണമായും അപ്രത്യക്ഷമായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രോഗം പിന്നീട് ഒരിക്കൽ പോലും അവളെ ബാധിച്ചിട്ടില്ല എന്നത് ഡോക്ടർമാരെയും വിസ്മയിപ്പിച്ചു. അനബെലിന്റെ ഈ അനുഭവം പിന്നീട് മിറാക്കിൾസ് ഫ്രം ഹെവൻ എന്ന പേരിൽ പുസ്തകമായും സിനിമയായും പുറത്തിറങ്ങിയിട്ടുണ്ട്. വിശ്വാസവും അത്ഭുതങ്ങളും ഇന്നും ശാസ്ത്രത്തിന് അതീതമാണെന്ന് തെളിയിക്കുന്നതാണ് അനബെലിന്റെ ജീവിതമെന്ന് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നു.